എല്ലാവർക്കും റീബോണ്ട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഒരു പിസ്താഷ്യോ കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ രീതിയിലല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്ത കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് പിസ്താഷ്യോൻ്റെ സോസും നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു അരിപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് 1/4 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു അളവിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് 1/2 കപ്പും 1/4 കപ്പും കൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ കൂടിയിട്ടൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് 3 തവണയൊന്ന് അരിച്ച് മാറ്റി വെക്കണം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പം എപ്പോഴും അറിയാലോ, നമുക്ക് ഈ ഒരു അരിക്കൽ എന്തായാലും ആവശ്യമാണ് കേട്ടോ. എന്നാലാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് 3 പ്രാവശ്യം അരിച്ച് ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഒന്ന് വൈറ്റും എഗ്ഗിൻ്റെ യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ കേക്ക് നമുക്ക് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. നമ്മൾ രണ്ടും കൂടി ഇട്ടിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ രണ്ടും കൂടെ ഒന്നിച്ചല്ല രണ്ടും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുട്ടയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ആ യോക്ക് അഥവാ വീഴുകയാണെങ്കിൽ തന്നെ ഈ ഒരു മുട്ടേൻ്റെ തൊണ്ട് തന്നെ വെച്ചിട്ട് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അതെങ്കിലും നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ടാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഇതിനകത്തുനിന്ന് എങ്ങനെയാണെങ്കിലും ഇത് കോരി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടത്തൊണ്ട് വെച്ചിട്ടാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ 3 എഗ്ഗിനെയും യോക്കിനെയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു എഗ്ഗിൻ്റെ യോക്കിനകത്തേക്ക് നമുക്ക് ഷുഗർ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് 3/4 കപ്പ് ഷുഗർ പൊടിച്ചതാണിത്. അതായത് 1/2 കപ്പ് ഷുഗർ പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 3/4 കപ്പ് ഷുഗർ പൗഡർ കിട്ടും കേട്ടോ. അപ്പോൾ 1/2 കപ്പാണ് നമ്മൾ ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ 3/4 കപ്പ് പൗഡറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പകുതി നമ്മൾ ഈ ഒരു എഗ്ഗിൻ്റെ യോക്കിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ല പോലെ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ആ ഒരു ഷുഗർ പൗഡർ നല്ലപോലെ ഇതിനകത്തേക്കൊന്ന് ബ്ലെൻഡ് ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല പോലെ ഈ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ എഗ്ഗ് വൈറ്റിനകത്താണ് നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാറ്. നമ്മൾ ഇത്തവണ ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് ഇതും നമുക്ക് ഇതുപോലെ എല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ഓയിലും ഈ ഒരു എഗ്ഗിൻ്റെ യോക്കും നമ്മുടെ ആ ഒരു ഷുഗറും എല്ലാം കൂടെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് യോജിച്ച് വരണം. അതുവരെ നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പിസ്താൻ്റെ എസൻസ് ആണ് കേട്ടോ. നമ്മുടെ എലൈറ്റിൻ്റെ ആ ഒരു നമ്മൾ വെള്ളമൊക്കെ കലക്കുന്ന ഒരു എസൻസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് ഒത്തിരി കളറാണല്ലോ എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ ഇതിൻ്റെ ആ ഒരു കളർ തന്നെ ഉള്ളൂ. അത് മാത്രമല്ല നമ്മൾ ഇതിനകത്തേക്ക് ബാക്കി എഗ്ഗിൻ്റെ വൈറ്റും അതൊക്കെ ചേർത്ത് കഴിയുമ്പം ഒരുപാട് കളറൊന്നും ഉണ്ടാവില്ല. നമ്മളിത് ബേക്ക് ചെയ്ത് വരുന്ന സമയത്താണെങ്കിലും ചെറിയൊരു ആ ഒരു ഗ്രീൻ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, നമ്മുടെ മൈദയും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറുമാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇതുപോലെ ഒന്ന് അരിച്ച് തന്നെ നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ കൂടിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിനകത്തേക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതൊന്നും കൂടെ ഒന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് ഇതുപോലെ ഓരോ സ്പൂണായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഞാനിപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂണോളം പാല് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് എല്ലാം കൂടെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 2-3 തവണയായിട്ട് മുഴുവനായിട്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിലായിട്ടുള്ളൊരു ബാറ്റർ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി എഗ് വൈറ്റും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതിന് മുൻപ് തന്നെ നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ്സ് ആണ് കേട്ടോ നമ്മൾ 200 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇവിടെ 3 എഗ്ഗിൻ്റെ വൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷുഗർ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാതെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഷുഗർ പൗഡർ നമ്മൾ ഇതിനകത്തേക്ക് ബാക്കി ചേർത്ത് കൊടുക്കുകയാണെങ്കിലാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ നല്ല പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരികയും ചെയ്യും കേട്ടോ. ചിലപ്പോൾ ചില സമയങ്ങളിൽ ഷുഗർ ആദ്യം ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആ ഒരു എഗ്ഗിൻ്റെ വൈറ്റ് ഇങ്ങനെ ലൂസായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി
3/4 കപ്പ് ഷുഗർ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ പകുതി നമ്മൾ എഗ്ഗിൻ്റെ യോക്കിനകത്ത് ചേർത്തു. ആ ബാക്കി പകുതിയാണ് കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഷുഗർ പൗഡറും ആ ഒരു എഗ്ഗിൻ്റെ വൈറ്റും എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് നല്ല പോലെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ കൂടിയിട്ട് നല്ല സ്റ്റിഫായിട്ടാണ് നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നല്ല ആ ഒരു നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ആ ഒരു നമ്മളിവിടെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്തേക്ക് നമുക്ക് ഇത് കുറച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കണം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യമായിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു എഗ് വൈറ്റ് പൊന്തി വന്നിട്ടുള്ള ആ ഒരു ഫ്ലഫിനെസ് ഒന്നും പോവാതെ തന്നെ നമുക്ക് പതുക്കെ വേണം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടിട്ടില്ല, നമ്മുടെ ആ ഒരു ബാറ്ററിന് പഴയ ആ ഒരു ഒരുപാട് കളറൊന്നും വന്നിട്ടില്ല. എഗ് വൈറ്റും ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർത്തപ്പം കറക്റ്റ് കളർ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ലൂസും എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിനാണിത്. അതിനകത്തേക്ക് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചതാണ്. നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒരു ടവലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 35 to 40 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് നല്ല റെഡി ആയിട്ട് വരികയും ചെയ്യും. അങ്ങനെ ഇതാ ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൾ ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിയെ പോയിട്ടുണ്ട്. അതെനിക്ക് പറ്റിപ്പോയത് കുറച്ചും കൂടെ ഞാൻ ആ മുകളിലത്തെ ആ ഒരു തട്ടിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മോൾ വശത്തേക്ക് ഒരുപാട് ഹീറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും കേക്ക് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ, നല്ല സോഫ്റ്റ് തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ഇതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പർ മാറ്റുമ്പോൾ അറിയാം, നമുക്ക് ഈ ഒരു ടെക്സ്ചർ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇത് നല്ല സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു ബട്ടർ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ നല്ല പോലെ ഒന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. കേക്കൊക്കെ നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബീറ്ററിൻ്റെ ബ്ലേഡും ഈ ഒരു ബൗളും കൂടെ കൂടിയിട്ട് ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കിവിടെ വേണ്ടത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇത് 1/2 കപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് 2 തവണ ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊന്നും ഈ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു അളവ് കറക്റ്റാണ് കേട്ടോ. 6 ഇഞ്ച് കേക്കിന് 1 കപ്പ് നമ്മൾ കറക്റ്റാണ്. ഇനി എന്തെങ്കിലും ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് 1.5 കപ്പ് നമ്മൾ ഇതിനകത്തേക്ക് പിന്നെ എന്താ പറയുക മൊത്തത്തിൽ അങ്ങോട്ട് ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ, വിപ്പ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒന്ന് വിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് പിസ്ത കേക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എസൻസ് ഒരു 3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചെറിയതായിട്ടുള്ളൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു ഫ്ലേവർ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാം. അപ്പോഴാണ് കേട്ടോ ആ ഒരു ഗ്ലേസിങ്ങും ഒക്കെ കൂടെ വന്ന് നമുക്ക് നല്ല റെഡി ആയിട്ട് തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് നമുക്ക് ആക്കി കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടും നല്ല ഫ്ലഫി ആയിട്ടും തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബോർഡ് എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ക്രീമൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കേക്ക് മൊത്തത്തിൽ എടുത്ത് വെക്കുന്നത്. കട്ട് ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അതാകുമ്പോൾ നമ്മൾ ഇനി എടുത്ത് മാറ്റുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് മുകളിലത്തെ 2 ലെയർ മാത്രം എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് 3ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ, ഉൾഭാഗമൊക്കെ നല്ല കറക്റ്റ് വെന്തിട്ടുമുണ്ട്, നല്ല പോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റുമാണ്. ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലെയറിൻ്റെ ആ സൈഡിലത്തെ ക്രംസൊക്കെ മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിനകത്തും ഇതുപോലെ ഒരു ഡ്രോപ്പ് ആ ഒരു എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും കൂടെ ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പിസ്ത സോസ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റിന് പകരം ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ആ ഒരു മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിൽ നമുക്കിതൊന്ന് ഡബിൾ ബോയിലിംഗ് ഒക്കെ ചെയ്ത് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പം ഇത് നമുക്ക് ഈ ഒരു എന്താ പറയുക മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ യൂസ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു പിസ്തേൻ്റെ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ച് കളറിനും ആ ഒരു ഫ്ലേവറിനും അനുസരിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഫ്ലേവർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി പിസ്ത സോസ് ഇവിടെ റെഡി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്കിനകത്തേക്ക് കൊടുക്കാം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ആ ഒരു ലെയറാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗിനകത്ത് ആക്കി വെച്ചിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം.
എന്നിട്ടൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് വിട്ട് അതൊന്ന് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ സൈഡിലേക്ക് നമുക്കൊരു ചെറിയൊരു ബോർഡറും കൂടെ വെച്ച് കൊടുക്കണം. കാരണം നമുക്കിതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് പുറത്തേക്ക് പോവാതിരിക്കാനൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ബോർഡർ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ആ ഒരു നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു പിസ്തേൻ്റെ സോസ് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അത് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഫില്ലിങ്സിനായിട്ട് കുറച്ച് പിസ്തേൻ്റെ ആ ഒരു പൊടിച്ചതാണ്, അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിസ്ത കേക്ക് ആകുമ്പോൾ എന്തായാലും നമുക്ക് പിസ്ത വേണമല്ലോ. ഇനിയിപ്പോൾ ആ ഒരു എസൻസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പിസ്ത ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മൂന്നാമത്തെ ലെയർ ഇതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് മാത്രം ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ നമുക്കിതിനെ ഒന്ന് ക്രം കോട്ടിങ്ങും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ അതിന് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഫൈനൽ കോട്ടിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഏതായാലും തണുപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ക്രീം ഇതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗിനകത്ത് ആക്കി കൊടുത്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്കിത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ലെവലാക്കിയും കൂടെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാലറ്റ് നൈഫ് മുകളിലും അതേപോലെ തന്നെ സൈഡിലും നമ്മൾ ഈ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്ക്രാപ്പറോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ATM കാർഡിൻ്റെ പഴയതൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ കട്ടിയുള്ള കാർഡ് ഉണ്ടാവും, അതൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇതിനെ ആ ഒരു ഫൈനൽ ലുക്കിലേക്ക് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫൈനൽ കോട്ടിങ്ങും കൊടുത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 80 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും 40 ഗ്രാം വിപ്പിംഗ് ക്രീമും കൂടെയാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ലൂസ് ആകുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് ആ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒക്കെ കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്ക് എത്തിക്കാനും പറ്റുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ നല്ലപോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 2-3 മണിക്കൂർ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. അതാകുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് കുറച്ച് ചെറു ചൂടോടുകൂടി വേണം നമുക്കിതിൻ്റെ ഈ ഒരു ഗണാഷ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് കേട്ടോ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആവുള്ളൂ. ഇല്ലെങ്കിൽ രണ്ടും കൂടെ തണുപ്പാവുന്ന സമയത്ത് അതവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്താത്ത എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്കിതുപോലെ ആ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടൊന്ന് ക്ലിയർ ചെയ്ത് വിടുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് മാത്രമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിനകത്തേക്ക് കുറച്ച് ആ ഒരു പിസ്തേൻ്റെ എസൻസിൻ്റെ ഒരു 1 ഡ്രോപ്പ് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡിസൈനും കൂടെ ചെയ്തെടുക്കാം കേട്ടോ. വെറുതെ ഒരു വൈറ്റിൽ ഇങ്ങനെ കാണുമ്പം ഒരു അഭംഗിയായിട്ട് തോന്നിയപ്പോൾ ഞാനിതുപോലെ ഒന്ന് ചെയ്തെടുത്തൊന്നും കൂടെ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് തന്നെ നമ്മളിതുപോലെ ഡിസൈൻ ചെയ്യാൻ നോക്കിയ സമയത്ത് ആ ഒരു സ്റ്റിക്കിൻ്റെ കുറച്ചൊന്ന് ഡീപ്പായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഒരു വര പോലെ വരുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ബാക്കി ഞാൻ ഇതുപോലെ അങ്ങ് ചെയ്ത് വെച്ച് പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു നമ്മുടെ കേക്കിൻ്റെ ടോപ്പറും കൂടെ വെച്ച് കൊടുത്തു ബർത്ത്ഡേയുടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി കേക്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും ഇതും ആ ഒരു പിസ്തയും എല്ലാം കൂടെ വരുമ്പം നല്ല ടേസ്റ്റുള്ളൊരു കേക്ക് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.